എന്നാലും നമുക്ക് നടന്നു കയറാൻ പറ്റുമെന്നുള്ള ഒരു ചലഞ്ചാണ്. തടിയും കൊണ്ട് അടിപൊളി സ്റ്റെപ്പൊക്കെ ചെയ്ത് ഇട്ടേക്കും കേട്ടോ. ഒന്നാം സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മള്. പലരുടെയും ശ്വാസം ഇങ്ങനെ മുട്ടി തുടങ്ങി കേട്ടോ. അയ്യോ, നമ്മുടെ റോഡിച്ചിന് അതൊന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. കേൾക്കാമോ? ഓളി കേൾക്കുന്നുണ്ടോ? ഹലോ, ഞങ്ങൾ ഇന്ന് ബേർഡ് വാക്കിങ്ങിന് പോകാൻ പോവാണ് ഗൈസ്. ഇത് എവിടെയാണെന്ന് അറിയണ്ടേ? ന്യൂസിലാൻഡിലെ ഫക്കത്താഴ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് വലിയൊരു ഹില്ലാണ്. നമ്മുടെ നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയ ഹില്ലില്ല, എന്നാലും നമുക്ക് നടന്നു കയറാൻ പറ്റുമെന്നുള്ള ഒരു ചലഞ്ചാണ്. ഇന്ന് ഞങ്ങൾ കാണിക്കും. റോഡിച്ചനുണ്ട്, ഇനി 2-3 പേര് കൂടി വരാനുണ്ട്, അഖിൽ ജയ്സൺ. അപ്പൊ അതെല്ലാം നമുക്കിന്ന് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂസിലാൻഡിലെ ചെറിയൊരു ഇതാണ് ഹില്ലാണ്. അപ്പൊ ഇത് നമ്മൾ മത്സരം ആയിട്ടാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കയറി തുടങ്ങിട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹില്ല് ഒരു അരുവി പോകുന്നുണ്ട്, ചെറിയൊരു അരുവി, നല്ല അടിപൊളി വെള്ളമൊക്കെയാണ്. ഓക്കെ, ഇത് കണ്ടോ, ഒഴുകണുണ്ടോ? നല്ല ക്ലീൻ വാട്ടറാണ്. ഇതാണ് ന്യൂസിലൻഡിൽ ചെറിയ ഒരു ഹില്ല് കയറി തുടങ്ങി. ഇതൊക്കെ നടന്ന് കാറ്റൊക്കെ കൊണ്ട് ആ ഒരു ഇതൊക്കെ അനുഭവിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കുണ്ടല്ലോ, അടിപൊളി സംഭവം കണ്ടോ. ഇവിടെ നമ്മൾ ഇതിലൂടെ ഇപ്പോൾ നടന്നു വരുമ്പോൾ സാധാരണ നമുക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുണ്ട് വീഴാം, അങ്ങനെയൊക്കെയുള്ളൊരു വിഷയങ്ങളുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു വിഷയമല്ല. നല്ല അടിപൊളിയായിട്ട് തടിയും കൊണ്ട് അടിപൊളി സ്റ്റെപ്പൊക്കെ ചെയ്ത് ഇട്ടേക്കും കേട്ടോ. അതെങ്ങനെ സേഫ്റ്റി ഫസ്റ്റ് എന്നൊരു കൺസേണാണ്. അപ്പോൾ നമുക്ക് ഇതുണ്ടോ എത്ര സ്റ്റെപ്പുകൾ കിടക്കണമെന്ന് നോക്കി. അപ്പോൾ ഈ മലയെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങാൻ വളരെ സ്റ്റെപ്പൊക്കെ ഇട്ട് തടിയും കൊണ്ടൊക്കെ സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 100% സേഫാണ് ഇവിടെ. ബാഗൊക്കെ പോണു. കൈവക്കോ. ഹലോ, അപ്പൊ മലകയറ്റം ആരംഭിച്ചു ഗൈസ്. ഒന്നാം സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മള്. ഇതാണ് നമ്മുടെ ടീം. നമ്മുടെ ആഘോഷം ആനന്ദകരമാക്കാനുള്ള ടീം ഇതാണ്. പലരുടെയും ശ്വാസം ഇങ്ങനെ മുട്ടി തുടങ്ങി കേട്ടോ. അയ്യോ, ചുണ്ടില് വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അപ്പോൾ വലി മുട്ടി തുടങ്ങി. ഏകദേശം വലിച്ചാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ആ ഒരു അവസ്ഥയായിട്ടുണ്ട് കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ. ഈ മുകളിലേക്ക് ചെല്ലുമ്പോൾ എന്താവും ആർക്കറിയാം. അയ്യോ, മടുത്തേ. സ്റ്റെപ്പൊക്കെ ഇട്ട് എത്ര സ്റ്റെപ്പ് ഒന്നും എണ്ണിയില്ല, അല്ലെങ്കിൽ അറിയാവുന്നത് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന്. 1250 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞേ. മടുത്ത് തുടങ്ങി. ഇനിയിപ്പോൾ സംശയമുള്ളവർ എണ്ണി നോക്കിക്കോ. 1250 ആണോ 1030 ആണോ എന്ന് സംശയമുണ്ട്. നിങ്ങളത് സംശയമുള്ളവർ അത് എണ്ണി നോക്കി കൺഫേം ചെയ്താൽ അതിന് പ്രത്യേകം ഒരു പ്രൈസ് കൊടുക്കാം അല്ലേ നമുക്ക്. നമ്മളിതിൻ്റെ ഏകദേശം ഒരു ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അറിയാമല്ലോ, ന്യൂസിലാൻഡിലെ ബേഡാണ് കിവി. അപ്പോൾ ആ കിവിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അത് ഇവിടെ നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു വോളിയം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റോഡിച്ചിന് അതൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേൾക്കാമോ? വോളിയം കേൾക്കുന്നുണ്ടോ? അതിൽ സൗണ്ടിൽ വ്യത്യാസമുണ്ട്, ആണിൻ്റെയും പെണ്ണിൻ്റെയും സൗണ്ടുകളിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ന്യൂസിലാൻഡിലെ കിവിയെ ആ ഒരു ബേഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ ആളുകളെ പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ മലയൊക്കെ കയറി ഇറങ്ങി അതിൻ്റെ ഒരു എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി പോകാനുണ്ട്. ഇപ്പം ഇവിടെയൊക്കെയാണ് ജനവാസ മേഖലയിലേക്ക് ആയി തുടങ്ങിട്ടോ. അതിൻ്റെ ഒരു റിലാക്സ് മൂഡിലാണ് എല്ലാവരും. പിന്നെ ഇതൊക്കെ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ കയറിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മൾ ശരീരം ഓട്ടോമാറ്റിക്കലി വാമപ്പായി കഴിയുമ്പോൾ ആ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. എല്ലാവരും ഒക്കെ കൂടി കയറി ഇറങ്ങി കഴിയുമ്പോൾ ആ കിട്ടുന്ന ഒരു സുഖം ആസ്വദിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഗുണം. അപ്പോൾ ഇവിടെ സ്ഥിരം കയറുന്ന ആളുകളുണ്ട്, നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് കയറുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് ഫക്കത്താനയിലെ ഈ ഒരു ചെറിയൊരു ഹില്ലും ഏരിയ ഒക്കെ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം.